ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ റംലാൻ കരീം. അപ്പോൾ ഇന്നെല്ലാവർക്കും നോമ്പായിരിക്കുമല്ലോ. അപ്പോൾ ഇത് റംലാൻ പാർട്ട് 1 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ രാത്രിക്കത്തെ ഫുഡിനേക്ക് കുഞ്ഞിപ്പത്തിലാണ്. അപ്പോൾ കുഞ്ഞിപ്പത്തിന് വേണ്ടി ഞാനും അന്വേസ് പുറത്ത് ഇഞ്ചി വാഴച്ചപ്പൊക്കെ വരച്ചു കൊടുത്ത് എന്നിട്ട് ഞാൻ ഉമ്മയും കുഞ്ഞിപ്പത്തിലെത്തുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കുഞ്ഞിപ്പത്തിൽ. അപ്പോൾ ഉമ്മ എത്തുമ്പോൾ ഞാനും പോയിട്ട് കുറച്ച് പരത്തി കൊടുക്കുകയൊക്കെ ചെയ്ത് അന്നൂനും ഇഷ്ടം. അങ്ങനെ നമ്മൾ കുഞ്ഞിപ്പത്തിലൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഉമ്മ ഇതെടുത്തിട്ട് അടുപ്പത്ത് വെക്കുന്നതാണ്. അങ്ങനെ അടുപ്പത്തിലൊക്കെ വെച്ച് കഴിഞ്ഞ് അന്നി നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട അരച്ചാണ്. അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ മസാല അടാക്കി വെച്ച് എന്നിട്ട് മുട്ട എടുത്തിട്ട് മുറുക്കൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ നല്ലോണം മുട്ട മസാല ആക്കി വെച്ച് അങ്ങനെ നമ്മൾ മുട്ട അരച്ചതിൻ്റെ മസാലയ്ക്ക് അടാക്കി വെച്ച് എന്നിട്ട് നമ്മൾ എന്ത് സ്നാക്സാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ കായ അരച്ചാണ്. അപ്പോൾ അന്നൂസ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കായ അരച്ച. അങ്ങനെ നമ്മൾ കായ അരച്ചതിൻ്റെ മസാലയും ആഡാക്കി വെച്ച് എന്നിട്ട് നമ്മൾ മുട്ട തണിച്ചിട്ടുണ്ടാവില്ല, മുട്ടേൻ്റെ മസാല അതൊക്കെ തണ്ണി കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടേൻ്റെ ഉള്ളിൽ അതങ്ങ് വെച്ച് കൊടുത്ത് എന്നിട്ട് നമ്മൾ കായ അല്ലണം. ഉമ്മ ചെറുതായിട്ടായിരുന്നു, എനിക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കായ അരച്ചാണ് ഇഷ്ടം. അപ്പോൾ സ്നാക്സിൻ്റെ മസാലയൊക്കെ ആക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞിപ്പത്തിൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തേങ്ങ ഒഴിച്ച് എന്തിനു വെച്ചാൽ കുഞ്ഞിപ്പത്തിലിന് മസാല ചേർക്കാനാണ്. അങ്ങനെ കുഞ്ഞിപ്പത്തിലിന് മസാല ഉണ്ടാക്കുന്നതാണ്. ഫസ്റ്റ് തേങ്ങ ഒഴിച്ചെടുത്ത് എന്നിട്ട് കുറച്ച് കരിയാമ്പൽ ചപ്പ ഇതൊക്കെ ഇട്ടെടുത്തിട്ട് കുഞ്ഞിപ്പത്തിലൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ ബീഫിൻ്റെ കുഞ്ഞിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് കറി ചെയ്ത് തേച്ചെടുത്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് അപ്പോൾ നമ്മളെ കുഞ്ഞിപ്പത്തിൽ അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് കുഞ്ഞിപ്പത്തിലിൻ്റെ. അപ്പോൾ ഗൈസ്, അപ്പോൾ കുഞ്ഞിപ്പത്തിൽ അങ്ങനെ റെഡിയായ അന്നൂസിന് കുറച്ച് കുഞ്ഞിപ്പത്തിലെടുത്ത് കൊണ്ട് കൊടുത്ത് അപ്പോൾ അന്നൂസ് തിന്നോക്കിയൊരു പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നായിരുന്നു. എന്നിട്ട് നേരത്തെ ഉള്ള മുട്ടയില്ലേ, മുട്ട ഇറച്ച, അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ മൈദയിലേക്ക് ഇട്ടിട്ട് നല്ലോണം പൊരിച്ചെടുക്കുന്നതാണ്. എന്നിട്ട് അങ്ങനെ മുട്ട ഇറച്ചിയൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കായ് പൊരിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ പണ്ടൊക്കെ ചേർത്തിട്ട് ഉമ്മ കായ് നിറച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അന്നൂസിന് ഇഷ്ടമുള്ള സാധനമാണ് കായ് നിറച്ച്. അങ്ങനെ കായ് നിറച്ചൊക്കെ ആയി അന്നൂസിനടുത്ത് കൊടുത്ത് അപ്പോൾ അന്നൂസിനടുത്ത് അന്നൂസ് തിന്നോക്കിയിട്ട് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് ജ്യൂസ് അടിക്കുന്നതാണ്. അപ്പോൾ എന്താ ജ്യൂസ് വെച്ചാൽ ഇളനീർ ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാം. അപ്പോൾ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് എന്തായാലും ലൈക്കും കൂടി ചെയ്യാം. അപ്പോൾ കേസ് അങ്ങനെ എല്ലാം നോമ്പ് പറയുന്ന സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബാങ്ക് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഈ നോമ്പ് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.